Okay, ഒരു 3x3 ന്റെ പ്രോബ്ലം ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള 3x3 മെട്രിക്സിന്റെ പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഏഗൻ വെക്ടർ ഓഫ് a ഈക്വൽ ടു 8 മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് 4 2 മൈനസ് 4 3. ഇനി ഏഗൻ വെക്ടർ കാണാൻ വേണ്ടി പറഞ്ഞാലും അല്ലെങ്കിൽ ഓരോന്ന് നമ്മളടുത്ത് ചോദിച്ചാലും ഇല്ലെങ്കിലും ഒരു ഏഗൻ വെക്ടർ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് മാട്രിക്സ് എഴുതണം, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതണം, ദെൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം, പിന്നെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ലെങ്കിൽ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ ഏഗൻ വെക്ടറിൽ എത്തുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എഴുതാം. ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എന്ന് പറയുന്നത് എ മൈനസ് ലാംഡ ഐ ആണ്. സോ എ എന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഐയും 3x3 മെട്രിക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് എഴുതാം. എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 8 മൈനസ് ലാംഡ മൈനസ് 6 2 മൈനസ് 6 ഏതിന്റെ കൂടെ മാത്രമേ ലാംഡ വരുള്ളൂ? ഡയഗണൽ എലമെന്റ്സിന്റെ കൂടെ മാത്രമേ വരുള്ളൂ. 2 മൈനസ് 4 3 മൈനസ് ലാംഡ. ഇതാണ് നമ്മള് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ്. ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് കഴിഞ്ഞ അടുത്തതുള്ളത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ്. പോളിനോമിയൽ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 8 മൈനസ് ലാംഡ മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് ലാംഡ മൈനസ് 4 2 മൈനസ് 4 3 മൈനസ് ലാംഡ. ഇനി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്നാണ് നമ്മൾ എവിടെ എത്തുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ എത്തുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 0. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും കൂടി. അപ്പൊ ഇത്രയും നമ്മൾ കണ്ടുവച്ചു കഴിഞ്ഞാല് അടുത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് വാല്യൂ കാണുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും ബ്രാക്കറ്റ് യൂസ് ചെയ്യാം, എന്നാലും മൈനസും പ്ലസും കൺഫ്യൂസ്ഡ് ആവില്ല. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 8 മൈനസ് ലാംഡ ഇൻറ്റു 8 മൈനസ് ലാംഡ ഇൻറ്റു ഇത് വരും 7 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ മൈനസ് 4 ഇൻറ്റു മൈനസ് 4. അപ്പൊ ഒന്ന് ബ്രാക്കറ്റ് ഇടുക. -4 ഇൻറ്റു -4. അപ്പൊ ഒരു ടേം നമുക്ക് കംപ്ലീറ്റ് ആയി. 8 മൈനസ് ലാംഡന്റെ ടേം 8 മൈനസ് ലാംഡ ഇൻറ്റു ആ കംപ്ലീറ്റ് ടേം. ഇനി മൈനസ് ഓഫ് -6 ഇൻറ്റു -6. അപ്പൊ മൈനസ് അവിടെ എഴുതിയിട്ടുണ്ട്, -6 ഇവിടെ എഴുതാം. -6 ഇൻറ്റു വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -6 ഇൻറ്റു ഇത് 6ന്റെ കൂടെയുള്ള മൈനസ് ആണ്, ഇത് അല്ലാതെ നമുക്ക് ഡിറ്റർമിനന്റിൽ വരുന്ന മൈനസ് ആണ്. -6 ഇൻറ്റു അഗെയിൻ -6 ഇൻറ്റു 3 മൈനസ് ലാംഡ -6 ഇൻറ്റു 3 മൈനസ് ലാംഡ -2 ഇൻറ്റു എത്ര വരുന്നത്? -4 -2 ഇൻറ്റു -4. അപ്പോൾ ഇവിടെ 7 മൈനസ് ലാംഡ കൺഫ്യൂഷൻ ആയിട്ട് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് എഴുതിക്കാം. ഓക്കെ, -2 ഇൻറ്റു -4. അപ്പോൾ -6 ഇൻറ്റു 3 മൈനസ് ലാംഡ -2 ഇൻറ്റു -4. അപ്പോൾ ആ ടേമും കംപ്ലീറ്റ് ആയി. പ്ലസ് ലാസ്റ്റ് വൺ 2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു ബാക്കി -6 ഇൻറ്റു -4 -6 ഇൻറ്റു -4 -2 ഇൻറ്റു 7 മൈനസ് ലാംഡ ഈക്വൽ ടു 0. കംപ്ലീറ്റ് ടേമായി. നമുക്കൊന്നെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, എല്ലാം എക്സ്പാൻഡ് ചെയ്യാം. 8 മൈനസ് ലാംഡ ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതിനെയൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, എന്നിട്ട് ബ്രാക്കറ്റിന്റെ പുറത്തേക്കുള്ളത്. 7 ഇൻറ്റു 3 21 -7 ലാംഡ -3 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ. ഒരു ടേം കംപ്ലീറ്റ്. ഇനി -4 ഇൻറ്റു -4 പ്ലസ് 16 ആണ്. പ്ലസ് 16 ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് -16. കൺഫ്യൂഷൻ ആവരുത്. -4 ഇൻറ്റു -4 പ്ലസ് 16 ഇൻറ്റു -16. ഇനി ഇവിടെ മൈനസ് ഓഫ് -6 ആണ്. സോ പ്ലസ് 6 വരും. പ്ലസ് 6 ഇൻറ്റു -6 ഇൻറ്റു -3 80 -6 ഇൻറ്റു -ലാംഡ പ്ലസ് 6 ലാംഡ -2 ഇൻറ്റു -4 -8. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 8. ലാസ്റ്റ് ടേം +2 into
minus 6 into minus 4 plus 24 minus 2 into 7 14 minus into minus plus 2 lambda equal to 0. നമുക്ക് പരമാവധി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു മൈനസിന്റെ കൺഫ്യൂഷൻ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറ്റും ബ്രാക്കറ്റ് ഇട്ട് ശീലിച്ചാല്. ഓക്കെ, അപ്പൊ അടുത്ത എന്ത് വരും, 8 minus lambda into, ഇവിടെ നോക്കി നമുക്കൊന്ന് ഓർഡർ ചെയ്ത് എഴുതാം, lambda square minus 7 lambda minus 3 lambda minus 10 lambda minus 7 lambda minus 3 lambda minus 10 lambda. ഇനി 21 minus 16 plus 5, 21 minus 15 plus 5 ആ ടേം നോക്കിയായി. പ്ലസ് ഇനി ഇവിടെ 6 into 6 lambda 8 minus 18 minus 10. Again ഇവിടെ 2 into 2 lambda 24 minus 14 plus 10. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രാക്കറ്റ്സും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. ഇതൊക്കെ ആദ്യം 8 lambda square minus 8 into 10 80 lambda plus 8 into 5 40 minus lambda into lambda cube minus 10 lambda square plus 5 lambda plus 6 into 6 lambda 36 lambda minus 60 plus 2 into 2 4 lambda plus 20 equal to 0. ഇനി മൊത്തത്തിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 lambda square minus 80 lambda plus 40 minus lambda cube minus into minus plus 10 lambda square minus 5 lambda plus 36 lambda minus 60 plus 4 lambda plus 20 equal to 0. മൊത്തം നമുക്കൊന്ന് ഏതൊക്കെ ക്യാൻസൽ ആയി പോവും, ലാംഡ സ്ക്വയർ ലാംഡ ക്യൂബിന്റെ ടേംസ് ഒരുമിച്ച് ലാംഡ സ്ക്വയറിന്റെ ടേംസ് ഒരുമിച്ച്, അങ്ങനെ ഓരോന്നിനും നമുക്ക് മാറ്റി മാറ്റി എഴുതാം. ആദ്യം നമ്മൾ ലാംഡ ക്യൂബ്, അപ്പൊ മൈനസ് ലാംഡ ക്യൂബ് ഉണ്ട്, സോ മൈനസ് ലാംഡ ക്യൂബ്. അത് കഴിഞ്ഞപ്പം ലാംഡ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ഒരു 8 ലാംഡ സ്ക്വയറും 10 ലാംഡ സ്ക്വയറും ഉണ്ട്, സോ 8 plus 10 18 ലാംഡ സ്ക്വയർ. ഇനി ബാക്കി ലാംഡാസ് ആണുള്ളത്, പ്ലസ് 8 minus 80 ലാംഡ ഉണ്ട്, minus 5 ലാംഡ ഉണ്ട്, ആൻഡ് 36 ലാംഡ 4 ലാംഡ. അപ്പൊ നോക്കാം, 36 വേറെ എവിടെയെങ്കിലും ലാംഡ ഉണ്ടോ? ഓക്കെ, ഇവിടെ minus 80, again ഇവിടെ ഒരു plus 5 ലാംഡ, ഓക്കെ minus 5 ലാംഡ, പിന്നെ ഓക്കെ നോക്കാം, minus 80 ലാംഡ ഉണ്ട്, പിന്നെ minus 5 ലാംഡ, പിന്നെ plus 36 ലാംഡ plus 4 ലാംഡ. അപ്പൊ minus 80 minus 5 minus 85 ആണ്, minus 85 plus 40 that is minus 45 ലാംഡ. അപ്പൊ എന്താ കിട്ടും, minus 45 ലാംഡ. ഇനി ബാക്കി കോൺസ്റ്റൻസ് മാത്രം നോക്കാം. കോൺസ്റ്റൻസ് മാത്രം നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 40 ഉണ്ട്, 40, ഇവിടെ ഒരു minus 60 ഉണ്ട്, പിന്നെ ഒരു plus 20 ഉണ്ട്. അപ്പൊ നമുക്ക് വരുന്നത് 40 എന്ത് വരും, 40 plus 20 60, 60 minus 60 0. അപ്പൊ ആ ടേംസ് കംപ്ലീറ്റ് 0 ആണ് വരുന്നത്. സോ 40 minus 60 plus 20. അപ്പൊ നമ്മൾ ഇക്വേഷൻ എത്രയേ ഉള്ളൂ, ഇത്ര ഇക്വേഷൻ ഉള്ളൂ, minus 45 ലാംഡ is equal to 0. നമുക്ക് മൈനസ് ലാംഡ ഔട്ട് സൈഡ് എടുക്കാം, മൈനസ് ലാംഡേനെ ഔട്ട് സൈഡ് എടുക്കാം. മൈനസ് ലാംഡ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് 18 എന്താവും, മൈനസ് 18 ലാംഡ ആവും. മൈനസ് 45 എന്നുള്ളത് പ്ലസ് 45 ലാംഡ ഔട്ട് സൈഡ് എടുത്തോണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് എന്ത് വരും, ഐദർ ലാംഡ ഈക്വൽ ടു 0 and lambda equal to 0 and lambda square minus 18 lambda plus 45 is equal to 0. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനും കിട്ടി, ലാംഡ ഈക്വൽ ടു 0 ആയി. അപ്പോൾ ലാംഡേന്റെ ഒരു വാല്യൂ 0 ആണ്, ലാംഡേന്റെ ഒരു വാല്യൂ 0 ആണ്. അടുത്ത രണ്ട് വാല്യൂ നമ്മൾ കാണണം.
ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാം. അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇവിടെ ലാംഡ ഈക്വൽ ടു 3 ആൻഡ് ലാംഡ ഈക്വൽ ടു 15 ആണ്. ലാംഡ ഈക്വൽ ടു 3 ആൻഡ് ലാംഡ ഈക്വൽ ടു 15. അപ്പോൾ ഇതൊന്ന് ax² + bx + c = 0 വെച്ചിട്ട് ഒന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ലാംഡ 3 ഉം ലാംഡ 15 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വാല്യൂസ് കിട്ടി? ലാംഡക്ക് ഒരെണ്ണം 0 കിട്ടി, രണ്ടാമത്തെ വാല്യൂ 3 കിട്ടി, ആൻഡ് തേർഡ് വാല്യൂ ഇസ് ലാംഡ ഈക്വൽ ടു 15. ഇനി ഇതിലുള്ള ഓരോ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് എയ്ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് എയ്ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. നോക്കാം. Okay, values lambda equal to 0, lambda equal to 3 and lambda equal to 15 ആണ്. നമ്മൾ corresponding matrix ഇതായിരുന്നു. സോ ലാംഡ ഈക്വൽ ടു 0 വരുമ്പോഴത് നമ്മളെ മാട്രിക്സിന്റെ ഫോം എന്താ? a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. സോ എങ്ങനെ എഴുതാം നമുക്ക്? a മൈനസ് ലാംഡ i ഒരുമിച്ച് എഴുതാം. ലാംഡ 0 ആണ്. സോ 8 മൈനസ് 0 മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് 0. അതോ ഇനി ഇവിടെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ആദ്യം ലാംഡയിൽ എഴുതാം. 8 മൈനസ് ലാംഡ മൈനസ് 7 മൈനസ് ലാംഡ മൈനസ് 4 2 മൈനസ് 4 3 മൈനസ് ലാംഡ ഇൻറ്റു x1. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്. കാരണം എന്റെ ഓർഡർ 3/3 ആണ്. സോ x1 x2 x3 is equal to 0 0 0. ഇതാണ് നമ്മുടെ മാട്രിക്സ് ഫോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ലാംഡക്ക് ഓരോ വാല്യൂസ് കൊടുക്കുക. ഇനി ലാംഡക്ക് നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കുക. സോ ഫസ്റ്റ് നമ്മൾ ലാംഡ ഈക്വൽ ടു 0. ഇതിൽ ലാംഡ ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ 8 minus 0 minus 6 2 minus 6 7 minus 0 minus 4 2 minus 4 3 minus 0 into x1 x2 x3 equal to 0 0 0 0 0 0. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന മാട്രിക്സ് ഫോം. നമുക്കറിയാം 8 മൈനസ് 0 8 ആണ്. സോ നമുക്ക് ഇവിടെ 8 എഴുതാം. 7 മൈനസ് 0 7 ആണ്. 7 എഴുതാം. 3 മൈനസ് 0 3 ആണ്. 3 എഴുതാം. ഇനി നമ്മൾ നേരത്തെ പോലെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് 3/3 ആകുമ്പോൾ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മാട്രിക്സ് ഇങ്ങനെ തന്നെ എടുക്കാം. എന്നിട്ട് ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. ഈ ഒരു മാട്രിക്സ് ഇങ്ങനെ തന്നെ എടുക്കാം. എന്നിട്ട് ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ റാങ്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് എപ്പോഴും റോ റെഡ്യൂസ്ഡ് എക്യുലോൺ ഫോം മാത്രം യൂസ് ചെയ്യാം. ഇപ്പൊ 2/2 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എപ്പോഴും. എന്നാൽ 3/3 ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും സുഖം നമുക്ക് റോ റെഡ്യൂസ്ഡ് എക്യുലോൺ ഫോം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? റാങ്ക് കണ്ടുപിടിക്കാം. റോ റെഡ്യൂസ്ഡ് എക്യുലോൺ ഫോം എല്ലാവർക്കും അറിയാം. റോ റെഡ്യൂസ്ഡ് എക്യുലോൺ ഫോം എന്ന് പറഞ്ഞാൽ റോസിന് മാത്രമേ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നുള്ളൂ. റോ റെഡ്യൂസ്ഡ് എക്യുലോൺ ഫോം വെച്ചിട്ട് നമുക്ക് ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. അപ്പൊ റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയാം ഫസ്റ്റ് ടേമിനെ നമുക്ക് 1 ആക്കണം. അപ്പൊ ഇതിന് എളുപ്പം എന്ന് പറയുന്നത് 2നെ നമുക്ക് അപ്പറിലേക്ക് എടുക്കാം. സോ R3 to R1. R3നെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാം. R3യും R1ഉം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. R3 to R1. അപ്പൊ ഏതിന് ചേഞ്ച് ഇല്ല? R2ന് ചേഞ്ച് ഇല്ല. എന്നാൽ R1 എന്തായി? R1 R2 ആയി. സോ 2 മൈനസ് 4 3. R2 R3 R1 ആയി മാറി. ഇനി R2ന് ചേഞ്ച് ഉണ്ടാവും? റോ 2ന് ചേഞ്ച് ഒന്നുമില്ല. സോ അതങ്ങനെ തന്നെ ഉണ്ടാവും. R3യോ? R3 R1 ആയി. സോ 8 മൈനസ് 6 2. ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 1 ആക്കണം. ഈ എലമെന്റിനെ നമുക്ക് 1 ആക്കണം. അപ്പൊ ഇതിനെ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് R1ലെ എലമെന്റിനെയാണ് നമുക്ക് 1 ആക്കേണ്ടത്. 1 ആക്കണമെങ്കിൽ 2നെ 1. അപ്പൊ ഇതിന്റെ പ്രോസസ് എന്താ? ജസ്റ്റ് ഒന്ന് പ്രോസസ്സും കൂടെ പറയാം. റോ റെഡ്യൂസ്ഡ് എക്യുലോൺ ഫോമിൽ റാങ്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് ഫസ്റ്റില് നമ്മൾ ചെയ്യേണ്ടത് മാട്രിക്സിലെ ഫസ്റ്റ് എലമെന്റിനെ 1 ആക്കണം.
മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റിനെ 1 ആക്കണം. അത് കഴിഞ്ഞ് കറസ്പോണ്ടിങ് അതിന്റെ താഴെയുള്ള എലമെന്റ്സിനെ 0 ആക്കണം. സോ ഫസ്റ്റ് ഇതിനെ 1 ആക്കുക, അതിനുശേഷം അടുത്തതില് അതിന്റെ താഴത്തെ രണ്ട് വാല്യൂസിനെ 0 ആക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എയിം സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റിനെ 1 ആക്കുക. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റിനെ 1 ആക്കുക. 1 ആക്കി കഴിഞ്ഞാൽ അതിന്റെ താഴെയും മുകളിലും ഉള്ള എലമെന്റ്സിനെ 0 ആക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത ഇത് വരണം, അടുത്തത് തേർഡ് റോയിലെ തേർഡ് എലമെന്റിനെ 1 ആക്കുക. അതോടെ നമ്മൾ പ്രോബ്ലം ഏകദേശം ആകുമ്പോഴേക്കും ഫിനിഷ് ആവും. സോ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് എപ്പോഴും ഓർക്കേണ്ടത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആദ്യം 1 ആക്കുക. 1 ആക്കി കഴിഞ്ഞാൽ അതിന്റെ താഴത്തെ എലമെന്റ്സിനെ 0 ആക്കുക. അടുത്തതിൽ നമ്മൾ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റിനെ 1 ആക്കുക. അത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലത്തെയും താഴത്തെയും എലമെന്റ്സിനെ 0 ആക്കുക. ഫൈനലി ലാസ്റ്റ് എലമെന്റ് തേർഡ് റോയിലെ തേർഡ് എലമെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിനെയാണ് 1 ആക്കേണ്ടത്. സോ R1/2. അപ്പൊ എന്ത് വരും? 1 R1 മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ 1 -4/2 -2 3/2 3/2. വേറെ ഒന്നിനും ഒരു ചേഞ്ചും ഇല്ല. -6 7 -4 R1 മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി റോസിനൊന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സോ ഇങ്ങനെ വരും. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 0 ആക്കണം, ഇതിനെ 0 ആക്കണം. ഇതിനെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? -6 + 6 ചെയ്താലാണ് 0 ആവുക. അപ്പൊ ഏത് റോയിനെയാ 0 ആക്കേണ്ടത്? R2 എലമെന്റിനെയാണ് 0 ആക്കേണ്ടത്. അപ്പൊ R2 എങ്ങനെ ചെയ്താലാ 0 ആവുള്ളൂ? R2 + 6 R1. R2ന്റെ കൂടെ ഇതിന്റെ കൂടെ 6 1 × 6 കൂടെ ചെയ്താലേ -6 + 6 0 ആവുള്ളൂ. അതേപോലെ R3 എലമെന്റ് R3 8 ആണ്. സോ 8 -1 × 8 ചെയ്യണം. സോ R3 -8 × R1. ഇതാണ് നമ്മളെ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ -6 + 1 × 6 ചെയ്താലേ ഇത് 0 ആവുള്ളൂ. അതുപോലെ 8 -1 × 8 ചെയ്താലേ ഇത് 0 ആവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ചേഞ്ചസ് വരുന്ന R2ക്കും R3നുമാണ് ചേഞ്ചസ് വരുന്നത്. R1 ചേഞ്ച് ഉണ്ടോ? R1 ചേഞ്ച് ഒന്നുമില്ല. R1 അങ്ങനെ എഴുതാം. 1 -2 3/2. R1 ചേഞ്ച് ഇല്ല, ബാക്കി എലമെന്റ്സിനാണ്. -6 + 6 0. ഇനി നോക്കിക്കോ, 7 + -2 × 6 അഥവാ 7 + -12. 7 -12 എന്ന് പറയുന്നത് -5 ആണ്. ഇനി -4 എന്താ വരിക? -4 + 6 × 3/2. 6 × 3/2 എന്തായി? 6 2 ക്യാൻസൽ ചെയ്ത് 3 ആയി. -4 + 9 5. ഓക്കെ. ഇനി അതേപോലെ ലാസ്റ്റത്തത് എന്ത് വരും? 8 -8 0. അടുത്തത് -6 മൈനസ് ആണ് ഇവിടെ. -8 × -2. സോ എന്തായി? -6 + 16 ആയി. -6 + 16 ആയി. -6 + 16 എത്ര? 10 ആണ്. -6 + 16 10 ആണ്. ഇനി അതേപോലെ ലാസ്റ്റ് എലമെന്റ് 2 നോക്കിക്കോ. 2 -8 × R1. 8 × 3/2. 2 and 8 ക്യാൻസൽ ആയി 4 ആയി. 2 -12 ആണ് വരുന്നത്. ദാറ്റ് ഈസ് -10. അപ്പൊ നമുക്ക് മെട്രിക്സ് ഇങ്ങനെ കിട്ടും. ഓക്കെ. അപ്പൊ നോക്കിക്കോ, നമുക്ക് ഫൈനൽ മെട്രിക്സ് ഇങ്ങനെ കിട്ടിയത്. ഇനി ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനെയാണ് അടുത്ത നമുക്ക് 1 ആക്കേണ്ടത്. ഇതിനെ 1 ആക്കാം. എന്നാൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ടും സെയിം നമ്പർ ആണ്. R2 R3 എലമെന്റ്സ് സെയിം ആണുള്ളത്. അപ്പൊ നമുക്ക് എളുപ്പമാണ് എല്ലാ ടേംസിനെയും 1 ആക്കാം. R2 എലമെന്റ്സിനെ എങ്ങനെ 1 ആക്കാം? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താലാ 1 ആവാം? കാരണം ഇത് 0 ആയി കഴിഞ്ഞാൽ അടുത്ത നമ്മളെ എയിം എന്ന് പറയുന്നത് R2 സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റിനെ 1 ആക്കാനാണ്. അപ്പൊ R2ന്റെ ഈ എലമെന്റിനെ 1 കിട്ടണമെങ്കിൽ ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ബൈ -5 ചെയ്യണം. അപ്പൊ ഒരു എലമെന്റിന് ചെയ്യാൻ വേണ്ടി മാത്രം പറ്റൂല, ചെയ്യുമ്പോൾ ആ റോയിലെ കംപ്ലീറ്റ് എലമെന്റ്സിന് ചെയ്യണം. സോ R2 = R2/-5. എന്നാൽ ഈ സ്റ്റെപ്പ് തന്നെ നമുക്ക് ഒരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. ഈ 10നെ മാറ്റിയിട്ട് രണ്ടും 10 ആണുള്ളത്. അപ്പൊ കോമൺ മൾട്ടിപ്പിൾ 10 ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? R3നും കൂടെ ആ സ്റ്റെപ്പ് തന്നെ /10 ചെയ്യാം. R3/10. അപ്പൊ എന്ത് വരും മെട്രിക്സ്? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. R2നും R3ക്കും മാത്രമേ ചേഞ്ച് ഉള്ളൂ. സോ ഫസ്റ്റ് റോയിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. 1 - 2 3/2.
അടുത്തത് എന്തായി 0 1 -5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, സോ -1. ഇനി 0 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10/10 1 ആണ്, -10/10 -1 ആണ്. ഇപ്പൊ കണ്ടോ പ്രോബ്ലം കുറച്ചുകൂടെ എളുപ്പമായി. തേർഡ് റോനെ നമുക്ക് കംപ്ലീറ്റ് 0 ആക്കാൻ എളുപ്പമായി. സോ അടുത്ത നമ്മൾ എയിം എന്താ, ഇതിനെയും 0 ആക്കണം, സെയിം ടൈം ഇതിനെയും 0 ആക്കണം, രണ്ടിനെയും 0 ആക്കണം, ഇതിനെയും 0 ആക്കണം, ഇതിനെയും 0 ആക്കണം. സോ നോക്കാം. അപ്പൊ എന്ത് വരും, R1നെ R2നെ 0 R3നെ 0 ആക്കാനാണ് ആദ്യം എളുപ്പം. സോ R3 gives R3 മൈനസ് ഏതിന്റെ ബേസിലേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, R2ന്റെ, കാരണം R2ലാണ് 1 എടുക്കുന്നത്. സോ 1ന്റെ R2ന്റെ ബേസിലേ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ R2. അതേപോലെ R1ന്റെ എന്ത് വരും, ഇത് 0 ആവണമെങ്കിൽ ഏതുകൊണ്ട് ആഡ് ചെയ്യണം, -2 + 2 ചെയ്താലേ ഇത് 0 ആവുള്ളൂ. അപ്പോ R1 + 2R2, R1 + 2R2. അപ്പൊ എന്ത് വന്ന് നോക്കാം, ഫസ്റ്റ് റോക്ക് ചേഞ്ച് ഉണ്ടോ, ഫസ്റ്റ് റോന് ചേഞ്ച് ഉണ്ട്. സോ അത് നോക്കാം, R1 + 2R2, 1 + 0 1. ഇനി നോക്കാം, -2 + 2 × 1, -2 + 2 0. ഇനി അടുത്തത് 3/2, 3/2 + 2 × R2 -1, 2 × -1 എന്ത് വരും, 3/2 -2 വരും, 3/2 -2. That is 3 - 4 -1, 3 - 4/2 വരും, that is -1/2. അപ്പൊ ഇവിടെ എത്രയാണത്, -1/2. എങ്ങനെയാ ചെയ്തത്, 3/2 plus then R1 plus 2 × R2, 2 × -1. So 3/2 -2. അപ്പോൾ 3 - 4/2 വരും, -1/2. സെക്കൻഡ് റോയിന് ചേഞ്ച് ഒന്നുമില്ല, കാരണം ചേഞ്ച് R3ക്കും R1നും മാത്രമേ ഉള്ളൂ. അപ്പോൾ R2 അതേപോലെ തന്നെ എഴുതാം, R2 അതേപോലെ തന്നെ എഴുതാം. ഇനി R3ക്ക് ചേഞ്ച് ഉണ്ട്. R3 എന്താ, R3 - R2 ആണ്. 0 - 0 0, 1 - 1 0, -1 -1 -1 -1 0. കണ്ടോ പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലം ഏകദേശമായി. ഇനി നമുക്ക് ഡയറക്റ്റ് റാങ്ക് എഴുതാവുന്നതേ ഉള്ളൂ, ഡയറക്റ്റ് റാങ്ക് എഴുതാവുന്നതേ ഉള്ളൂ. എത്ര നോൺ സീറോ റോസ് ഉണ്ട്, 2 നോൺ സീറോ റോസ് ആണുള്ളത്. സോ റാങ്ക് is equal to 2, റാങ്ക് equal to 2. എന്നാൽ n ഇവിടെ എത്രയാ, നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാ ഇവിടെ പക്ഷെ n = 3 ആണ്, n = 3 ആണ്. സോ r less than n ആണ്, which implies n minus r is equal to 3 minus 2 equal to 1 arbitrary constant. അപ്പോൾ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ n minus r equal to 3 minus 2 equal to 1 arbitrary constant ആയി. അപ്പൊ എന്ത് വരും നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോമില് ഏത് മെട്രിക്സിനെ മാറ്റണം, ലാസ്റ്റ് റാങ്ക് കണ്ടിട്ട് ലാസ്റ്റിൽ നമുക്ക് ഏതാണോ മെട്രിക്സ് കിട്ടിയത് ആ മെട്രിക്സിനെ നമ്മൾ ഈ ഒരു ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റി എഴുതണം. റാങ്ക് കിട്ടിയിട്ടുള്ള ലാസ്റ്റ് മെട്രിക്സിനെ ഈ ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റി എഴുതുക. അപ്പൊ എന്താ വരാം, a മൈനസ് ലാംഡ ഐ ഉണ്ട്. അപ്പൊ a മൈനസ് ലാംഡ ഐ എന്നുള്ളത് ഇനി കൊടുക്കണ്ട, പകരം എന്ത് കൊടുത്താൽ മതി, 1 0 - 1/2. കാരണം ഇതിനെ കംപ്ലീറ്റ് ആണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത്. അപ്പോൾ ഈ മെട്രിക്സ് ഇൻഡു ഈ കറസ്പോണ്ടിങ് ഈ മെട്രിക്സ് ഇൻഡു 0 1 -1 0 0 0 ഇൻറ്റു x1 x2 x3, x1 x2 x3 equal to 0 0 0 equal to 0 0 0. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിക്കോ, 1 × x1 1 × x1 plus 0 x2 plus -1/2 into x3 equal to 0. സെക്കൻഡ് എന്ത് വരും, 0 x1 plus x2 minus x3 is equal to 0. ഈ രണ്ട് ടേംസേ വരുള്ളൂ. ഇതിനൊന്നുകൂടെ മാറ്റി എഴുതിയാൽ എന്താ വരിക, ആദ്യത്തെ ഇക്വേഷൻ എന്താവും, x1 minus 1/2 x3 equal to 0 വരും.
അടുത്ത ഇക്വേഷൻ x2 ഈക്വൽ ടു x3 വരും. x2 ഈക്വൽ ടു x3. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ ഇക്വേഷൻ x1 മൈനസ് 1/2 x3 ഈക്വൽ ടു 0. രണ്ടാമത്തത്, അപ്പൊ ഈ ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാം, x1 ഈക്വൽ ടു 1/2 x3 എന്ന് എഴുതാം. x2 ഈക്വൽ ടു x3 എന്ന് എഴുതാം. x2 ഈക്വൽ ടു x3 എന്ന് എഴുതാം. അപ്പൊ നോക്കിയാൽ മനസ്സിലാവും രണ്ടിലും x3 വരുന്നുണ്ട്. രണ്ട് ഇക്വേഷനിലും x3 വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കണം. കാരണം n-r ഈക്വൽ ടു 1 വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് k be the arbitrary constant. k be the arbitrary constant. അല്ലെങ്കിൽ let x3 equal to k be the arbitrary constant. x3 equal to k എഴുതി. അപ്പൊ നമുക്ക് ഓരോന്ന് എഴുതി നോക്കാം. x1 x2 x3 എന്താ വരുന്നത്. x1 എന്ന് പറയുന്നത് 1/2 x3 ആണ്. ദാറ്റ് ഈസ് 1/2 k ആണ്. x2 എന്ന് പറയുന്നത് x3 ആണ്. സോ x3 ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന k ആണ്. ആൻഡ് ഫൈനലി x3 ഈക്വൽ ടു k. അപ്പൊ നമ്മളെ കറസ്പോണ്ടിങ് eigen വെക്ടേഴ്സ് എന്താ, eigen വെക്ടർ എന്ന് പറയുന്നത് x ഈക്വൽ ടു x1 x2 x3 ആണ്. x1 x2 x3 which is equal to x1 എന്താ കിട്ടിയേ 1/2 k, x2 എന്താ കിട്ടിയേ k and x3 equal to k. So this is the eigen vector corresponding to lambda equal to 0. Lambda equal to 0 ന്റെ eigen vector ആണ് ഇത്. ഇനി ഇതേപോലെ ഏതും കൂടെ കണ്ടുപിടിക്കണം. ഇതേപോലെ നമ്മൾ ബാക്കി രണ്ടെണ്ണം ലാംഡ ഈക്വൽ ടു 3-ൻ്റെതും ലാംഡ ഈക്വൽ ടു 15-ൻ്റെതും. സോ നമ്മൾ ഇതേപോലെ ലാംഡ ഈക്വൽ ടു 3-ക്കും ലാംഡ ഈക്വൽ ടു 15-നും നമുക്ക് eigen വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലാംഡ ഈക്വൽ ടു 3 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെട്രിക്സ് കിട്ടും. ഈ മെട്രിക്സിന്റെ നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് കണ്ടുപിടിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ 8 - 3 5 കിട്ടും, -6 2, പിന്നെ -6 7 - 3 4 -4 2 -4 3 -3 0. ഈ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഈ എലമെന്റിനെ 1 ആക്കണം. 1 ആക്കിയതിന് ശേഷം താഴത്തെ രണ്ട് എലമെന്റ്സിനെ 0 ആക്കാം. അടുത്തതിൽ നമ്മൾ ഇതിനെ 1 ആക്കുക, അതിന്റെ കറസ്പോണ്ടിങ് താഴത്തെ മുകളിലത്തെ എലമെന്റ്സിനെ 0 ആക്കുക. പിന്നെ ഇതിനെ 1 ആക്കുക, അതിന്റെ മുകളിലത്തെ എലമെന്റ്സിനെ 0 ആക്കുക. ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, വാല്യൂസ്, പിന്നെ മെട്രിക്സിന്റെ റാങ്ക് കിട്ടും. ആ റാങ്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് അല്ലെങ്കിൽ eigen വെക്ടേഴ്സ് കിട്ടും. അതേപോലെ ഇതും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതിന്റെ ആൻസർ വരുന്നത് കറസ്പോണ്ടിങ് eigen വെക്ടേഴ്സ് വരുന്നത് ഇവിടെയും 1 ആർബിട്രറി കോൺസ്റ്റന്റ്സ് വരും. സോ നമുക്ക് കിട്ടുന്നത് x1 ഈക്വൽ ടു -a, x2 is equal to -1/2a and x3 equal to a. ഇവിടെ നമ്മൾ ആർബിട്രറി കോൺസ്റ്റന്റ്സ് കൊടുക്കേണ്ടത് ഇതാണ് വരുന്നത്. ലാംഡ ഈക്വൽ ടു 15 നമുക്ക് കിട്ടുന്ന eigen വെക്ടർ എന്ന് പറയുന്നത് x1 ഈക്വൽ ടു 2a, x2 ഈക്വൽ ടു -2a and x3 ഈക്വൽ ടു a. ഇതാണ് നമുക്ക് കിട്ടുന്ന eigen വെക്ടേഴ്സ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ റാങ്ക് കണ്ടുപിടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 15-ന് ഇങ്ങനെ ഒരു eigen വെക്ടറും ലാംഡ ഈക്വൽ ടു 3-ക്ക് ഇങ്ങനെ ഒരു eigen വെക്ടറും കിട്ടും. ഓക്കെ, താങ്ക് യു.